നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് പനി അടിച്ചിട്ട് അത് തന്നെ നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഹാർഡ് വർക്കാണ്. ക്ഷേത്രത്തിൽ ആയില്യമായിരുന്നു, അതുപോലെ തന്നെ ആവാഹന പൂജ ഉണ്ടായിരുന്നു, ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പനി മാറുന്നില്ല. പനി മാറാത്തതുകൊണ്ട് ജലദോഷം, അതുപോലെ ചുമ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ പരിഹാരം പറയുന്ന റെസ്റ്റാണ്. ഞാൻ റെസ്റ്റ് എടുക്കൽ കുറവാണ്. എൻ്റെ മകൻ എന്നെ വിളിച്ച് ഭയങ്കര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ട് മകൻ ചീത്ത പറഞ്ഞു പറയണ്ട. ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാതെ ഓടുന്നതുകൊണ്ട് കുട്ടി പറയുന്നത് അച്ഛൻ എന്തിനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും പ്രേക്ഷകന് മനസ്സിലാക്കുക. അവൻ ചോദിച്ചൊരു കാര്യം, അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് ആവാഹന പൂജയൊക്കെ ചെയ്ത് ഈ ആളുകളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് അവർ ജീവിതത്തിൽ നന്നായി കഴിഞ്ഞ് നല്ല സെറ്റപ്പൊക്കെ ആയി കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇരുന്ന് അച്ഛനെതിരെ വീഡിയോ ഇടുമ്പോൾ കുറേ ആൾക്കാർ തിരിഞ്ഞു പോകുന്നില്ലേ? അപ്പോൾ അച്ഛൻ എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ ഈ ബോധവും വെളിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇത്രയും റെസ്റ്റ് ഇല്ലാതെ ജോലി എടുക്കുന്നത്? കുട്ടി എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവൻ സൈക്യാട്രി MD ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെയ്തെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുട്ടി പറയുന്നത്, കുട്ടിക്ക് ഇപ്പോൾ എല്ലാ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന പാരമ്പര്യക്കാരനേക്കാളും ഡബിൾ ബുദ്ധിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പറയും എൻ്റെ മോന് ഡബിൾ ബുദ്ധി എന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെ. നമുക്കതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ KV സുഭാഷ് ചന്ദ്ര ഗുരുനാഥൻ എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കാം. എനിക്കിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ, ഇവിടുത്തെ നിയമവ്യവസ്ഥിതി എല്ലാം തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. ഞാനിവിടെ 2 പ്രാവശ്യം ബിസിനസ് തകർന്നടിഞ്ഞ് ബാങ്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് സാമ്പത്തികമായ അച്ചടക്കം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലാതെ കണ്ട് പാരമ്പര്യക്കാരുടെ പോലെ കിട്ടുന്ന പൈസയ്ക്ക് സ്വർണം വാങ്ങിച്ച് അതിന് സ്വർണത്തിൻ്റെ ഷടിയും ബ്രേസറും വാങ്ങിച്ച് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവരോ സ്വയം ധരിക്കുന്ന ഒരു സമ്പ്രദായമല്ല. നമുക്ക് GST, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജ്യോതിശാലയത്തിന് GST ഉണ്ട്. അത് 18% GST, പിന്നെ 30% ഇൻകം ടാക്സ്. അങ്ങനെ 48%, 100 രൂപയുടെ 48 രൂപ സർക്കാരിലേക്ക് അടച്ച് ബാക്കി ഉള്ള 52% കൊണ്ടാണ് എനിക്ക് ജനനന്മയ്ക്ക് വേണ്ടി ക്ഷേത്രം പടുത്തുയർത്താൻ സാധിച്ചു. അപ്പോൾ പലർക്കും ഇതിലൊക്കെ അസൂയുണ്ട്. എൻ്റെ സ്വന്തക്കാർക്ക് അസൂയുണ്ട്, എൻ്റെ സമുദായക്കാർക്കാണ് ഏറ്റവും വലിയ അസൂയ. SNDP-കാർ, ഈഴവർ, അവർക്ക് ഇത്ര അസൂയ. കാരണം ഒരു മനുഷ്യരെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് സാധിച്ചു എന്ന് അഹങ്കരിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ദേവതകൾ തന്ന സമ്മാനമാണ്. എനിക്ക് വേണമെങ്കിൽ ഇവരെ പോലെ തന്നെ സ്വർണ്ണമൊക്കെ വാങ്ങി പൂഴ്ത്തി വെച്ച് സുഖമായിട്ട് കഴിയാം. പക്ഷെ ഞാൻ അതിനല്ല തയ്യാറായത്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 32 വർഷം 31 വർഷം ഞാൻ ബിസിനസ് ചെയ്ത ആളാണ്. ഇവർ പറയുന്ന പോലെ കപ്പലണ്ടിയായി കടലേ എന്ന് പറഞ്ഞ ഒച്ചപ്പാടും ബഹളമായിട്ടല്ല നടന്നത്. ഞാൻ ആദ്യമായിട്ട് തേയില കച്ചവടത്തിലാണ് തുടങ്ങുന്നത്. അതെൻ്റെ ജീവിത കഥ ഒരു സീരിയൽ പിടിക്കാൻ വേണ്ടി കുറച്ച് പിള്ളേരെ ഞാൻ ഏൽപ്പിച്ചാണ്ടായി. അവർ 3 മാസം കൊണ്ട് എനിക്കെല്ലാം സമ്പൂർണ്ണമാക്കി തരാമെന്ന് പറഞ്ഞു. 3 ആയി, 6 കഴിഞ്ഞിട്ടും അവരെ കൊണ്ടത് പറ്റില്ല. അപ്പം എന്തായാലും അതങ്ങനെ ബ്രേക്കായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ ഇരുന്ന് വെല്ലുവിളിച്ച് എന്നെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ അത് ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം തുടങ്ങുന്നത് തേയിലക്കടയിലാണ്, പിന്നെ സ്വന്തമായിട്ട് തുടങ്ങുന്നത്, എൻ്റെ പിതാവിൻ്റെ സ്വഭാവം, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. മദ്യപാനി, മാതാവിൻ്റെ സങ്കടങ്ങൾ, അങ്ങനെ പിന്നീട് തൊഴിൽ ചെയ്ത് മുന്നിലേക്ക് വരുന്നതും, പിന്നീട് ക്ഷേത്രം പടുത്തുയർത്തി, അങ്ങനെയുള്ള ആ ഒരു നിങ്ങൾക്ക് 7 എപ്പിസോഡായിട്ട് കഥ കടന്നു വരും. ഒക്കെ വരുമ്പോൾ കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളാണ് പറയുന്നത്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കുക. ഞാൻ 55ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് 54ാമത്തെ വയസ്സ് മുതലാണ് കീർത്തനങ്ങൾ എഴുതി തുടങ്ങിയത്. എഴുതാൻ കാരണം എന്തായിരുന്നു? എൻ്റെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ ഈ 2 രാത്രി 3 പകലിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ ചരിത്രമാണ് പറയുന്നത്. അതായത് 15ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് നാളികേരം കൊണ്ടുവന്നത്. നാളികേരം, ഈ നാളികേരമുള്ള തെങ്ങുണ്ടാവുന്നു. പിന്നെ തെങ്ങ് വലുതായി കഴിഞ്ഞിട്ടുള്ള കള്ളെത്തും കാര്യമൊക്കെ തന്നെ. അപ്പോൾ 15ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തെങ്ങുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്തുകൊണ്ട് ജാതീയത ഇന്ന് നിലനിൽക്കുന്നു, പാരമ്പര്യത്തെ പൊലിക്കൊണ്ട് കുറേ ആളുകൾ, ഇപ്പോൾ എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന തടിയൂർ കലേഷ് കുമാർ പറയുന്നത് എന്താ, അവൻ്റെ അച്ഛൻ ജോത്സ്യനായിരുന്നു, അപ്പൂപ്പൻ ജോത്സ്യനായിരുന്നു, ഇന്ന ആളുടെ മകനാണ് ചെറുമ. അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത്. എന്ത് തൊഴിൽ ചെയ്തായാലും ഈ അച്ഛനും അച്ചാച്ചനും ഒക്കെ അവരവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, അവർ ജീവിച്ച് മരിച്ചു പോയ ആളുകളല്ലേ. അപ്പോൾ ഇവരൊക്കെ പാരമ്പര്യമാണെന്ന് പറഞ്ഞ് ജാതി ശ്രേണി ജനങ്ങളുടെ ഉള്ളിൽ കുത്തി നിറച്ച്, അതേപോലെ പുരാണവും ഇതിഹാസമൊക്കെ വിളമ്പി. ഈ പുരാണ ഇതിഹാസമൊക്കെ നുണകളല്ലേ. ഇതേനെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവൻ പറഞ്ഞെന്താ, ഞാനിവിടെ ജാതീയതയെ ഞാൻ ജാതിയെ എതിർക്കാണ്.
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. നിങ്ങൾ കണ്ടില്ലേ ഒരു ഈഴവ യുവാവിനെ. ഈഴം എന്നാൽ അതിൻ്റെ അർത്ഥം ശരിക്കും ഭൂമി എന്നാണ്. ഈഴവരെന്ന് പറഞ്ഞാൽ കർഷകരാണ്. പണ്ട് കന്നുകാലി വളർത്തലും അതേപോലെ കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നെൽകൃഷിയായിരുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും. ഇങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനസമൂഹമാണ്. പിന്നീട് പരദേശീയർ വിദേശീയർ വന്നിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് തൊഴിൽശാലകളും തൊഴിലും എല്ലാം ഇവിടെ രൂപപ്പെടുന്നത്. അതിന് ചരിത്രം പഠിച്ചാൽ മതി. നമ്മുടെ സർക്കാരുകൾ കൃത്യമായിട്ട് കുട്ടികളെ ചരിത്രബോധത്തിൽ വളർത്തി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭരിക്കുന്ന സർക്കാരിന് പണ്ട് രാജാവ് ഭരിച്ചപ്പോഴും അടിമത്തായിരുന്നു. പ്രമാണങ്ങളാണ് പറയുന്നത്. ഇന്ന പ്രമാണത്തിൽ അതുണ്ടെന്ന്. ഏതാ പ്രമാണം ആരുണ്ടാക്കിയതാ? ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞവർ അവർക്ക് സൂഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രമാണങ്ങൾ. അപ്പോൾ എന്തായാലും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഒരു ഈഴവ യുവാവിനെ പൂമാല കെട്ടാൻ കഴകമായി വന്നപ്പോൾ അവിടുത്തെ 6 തന്ത്രിമാർ സമരം ചെയ്തു. ഈഴവൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിൽ 20% ഈഴവരുണ്ട്. 1% ശരിക്കും ഈ നമ്പൂതിരിമാരുള്ളൂ. 1% ഇല്ല. കോണം കെട്ടികളും ഞാൻ വിളിക്കണം. അതിന് അധിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ അധിക്ഷേപം? അവർക്ക് അഭിനം ധരിച്ചാലും നടക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ അണ്ടർവെയറുകളുണ്ട്. ഇതൊക്കെ ധരിച്ച് ചെയ്തുകൂടെ? ഏതെങ്കിലും ദേവൻ പറയുന്നുണ്ടോ എൻ്റെ മുമ്പിൽ കോണം കെട്ടി വരാൻ? ഞാനിവിടെ ആവാഹന പൂജയിലേക്കാണ് നിങ്ങൾക്ക് വന്നത്. അപ്പം നമുക്ക് ഇന്ന് കൗമുദി പത്രത്തിലൊന്ന് വാർത്ത എന്താ? തന്ത്രിമാർ കുളിക്കുന്ന, മേൽശാന്തി കുളിക്കുന്ന വെള്ളമാണ് ഈ ക്ഷേത്രത്തിൽ തീർത്ഥമായിട്ട് ഭക്തർക്ക് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാരമ്പര്യം എന്ന് പറയുന്ന ആളുകൾ കുളിച്ച വെള്ളം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് തീർത്ഥമായിട്ട് കൊടുക്കുകയാണ്. അത്രയും അനീതി നമ്മുടെ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നാരായണ ഒരു വലിയ നവോത്ഥാനം നടത്തിയിട്ട് എന്തുകൊണ്ട് നായർ മുതൽ താഴേക്കുള്ള ആളുകൾക്ക് ഇപ്പോഴും ജാതി ബോധം അവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല? കാരണം ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു ആൾ ഉന്നത പോലെ ജാതനാന്ന് പറഞ്ഞൊന്ന് ആലോചിക്കുകയെ. ശരിക്കും നായർ സമുദായം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്പൂതിരിമാരുടെ എച്ചിൽപ്പട്ടികളാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എനിക്ക് ചരിത്രം പറഞ്ഞതിന് യാതൊരു മടിയില്ല. അപ്പോൾ ഇവനിപ്പോഴും പറയുന്നുണ്ട് പാരമ്പര്യമല്ല കാണിക്കുന്നത്. തന്ത്രിമാർ കുളിച്ച വെള്ളം ഭക്തർക്ക് തീർത്ഥമായി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് എന്താ? നമുക്കിവിടെ സർവ്വദേവതകളുടെ മൂലമന്ത്രം ഉപയോഗിച്ച് പുണ്യാഹം കെട്ടി ആകാശഗംഗയെ ആവാഹിച്ച് അതിലേക്ക് വരുത്തി ആ തീർത്ഥമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പൂർവികമല്ല. നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ 1 വർഷത്തിന് മുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ പോറ്റിമാരും അവിടെ പുണ്യാഹം കെട്ടുന്നുണ്ട്. അപ്പോൾ പുണ്യാഹം കെട്ടുന്നത് രാവിലെ വന്ന് നോക്കിയാൽ അറിയാം. പുണ്യാഹം കെട്ടൽ നമുക്കൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കും പുണ്യാഹം കെട്ടാൻ. മറ്റുള്ള ക്ഷേത്രത്തിൽ പുണ്യാഹമില്ല. പുണ്യാഹം എന്ന് പറഞ്ഞാൽ പുണ്യമായ അഹം. എന്താണിത്? അഹം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത്. അതിന് പല അർത്ഥമുണ്ട്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുവന്ന് വെച്ച് ഭക്തർക്ക് കൊടുക്കുകയാണ്. അതും എല്ലാ ദേവതകളും തൊഴുത് അവസാനം പ്രസാദം വാങ്ങുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ പലയിടത്തും ജോലി ചെയ്ത് അല്ലെങ്കിൽ യാത്ര ചെയ്ത് പല രീതിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഭഗവാനെ കാണുന്നതിന് മുമ്പാണ് അവരുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കാൻ വേണ്ടി തീർത്ഥം തളിക്കുകയാണ്. ഈ തീർത്ഥം തളിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിലോ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കയറി വന്നു, നിങ്ങൾ ഷർട്ട് ഊരി കഴിയുമ്പോൾ നിങ്ങളുടെ അശുദ്ധിയൊക്കെ പോയിട്ടോ. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അശുദ്ധരാണ്. അതുകൊണ്ടാണ് ഈ ഷർട്ട് ഇട്ട് കയറാൻ പാടില്ല. നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തായാലും നമ്മുടെ പൂജാരീതി കാളഹസ്തി മഹർഷിയുടെ പൂജാരീതിയാണ്. ഇവിടെ എല്ലാ ദേവീ ദേവന്മാരുടെ മൂലമന്ത്രമുണ്ട്. അത് തന്നെ പറയുന്നു. കോടിമരത്തിൽ അയ്യപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. വാജിവാഹനൻ. ശരിക്കും അയ്യപ്പൻ്റെ മൂലമന്ത്രത്തിൽ പറയുന്നുണ്ട് ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശായ മതഗജവാഹനായ. അതിന് മഹാശാസ്ത്ര പൂജാകൽപ്പം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. 1912 പ്രിൻ്റായതാണ്. അപ്പോൾ ഈ ബുക്ക് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ സംവാദമൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാനും പറയുന്നുണ്ട്. സംവാദത്തിന് ഞാൻ റെഡിയാണ്, ഞാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്ന കാര്യത്രേ ഉള്ളൂ. ഇവർക്ക് മൂലമന്ത്രങ്ങളൊന്നും ഇല്ല എന്ന് ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് മൂലമന്ത്രങ്ങളുണ്ട്. എല്ലാ ദേവീദേവന്മാർക്കും മൂലമന്ത്രമുണ്ട്. അപ്പോൾ വരുമ്പോൾ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ് പ്രമാണം എന്ന് പറയണം. നമുക്കിവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുക, നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ 31 വർഷം ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ 22.5 വയസ്സ് മുതൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമുക്കൊരിക്കലും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റണില്ല. അതായത് അന്നൊക്കെ സെയിൽസിന് പോകുമ്പോൾ രാവിലെ പോകുന്ന എല്ലാ സാധനങ്ങളും വൈകുന്നേരം ആകുമ്പോഴേക്കും വിറ്റ് തീർന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ കാലിച്ചാക്ക് കൊണ്ടുവരുന്ന ഒരു കാലമാണ്. അന്ന് റേറ്റിന് അങ്ങനെ എത്ര നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. മത്സരം കുറവാണ്. നമ്മൾ എന്ത് വില ഇട്ടാലും ആ വില നമുക്ക് കിട്ടുന്നൊരു കാലഘട്ടം. എന്നിട്ട് പോലും എനിക്ക് സാമ്പത്തികമായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കയ്യിലേക്ക് പൈസ വരുമ്പോൾ ഉടനെ വണ്ടികൾ കേടാവുക, അല്ലെങ്കിൽ വണ്ടി ഇടിക്കുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അതിൽ പണിക്കാരും വലിയ പ്രശ്നം ഉണ്ടാവുക. അന്ന് പണിക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കാതെ വെറുതെ ഫുഡ് കൊടുത്താൽ പോലും പണിക്കാരെ കിട്ടുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടും നമുക്ക് ജീവിതത്തിൽ കരകയറ്റം ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ 22.5 വയസ്സിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ ആലുവ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പൂജ ചെയ്യുന്നുണ്ട്. 2 ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്ത് ചെയ്യുന്നത്. ഇപ്പം നിസ്സാര നേരമാണ് അവർക്ക്. ഇവരുടെ ആവാഹനം എന്ന് പറഞ്ഞാൽ ആകത്തിൽ പൂവും അല്ലെങ്കിൽ അരി നെല്ലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടോ, തന്നിട്ട് തലയ്ക്ക് വെച്ച് ഹോമണ്ടത്തിൽ ഇടാൻ പറയും. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇട്ടുമ്പോൾ സകല ബാധയും പോയി.
അങ്ങനെ 22 വയസ്സ് പോലും ഞാൻ 36 വയസ്സ് വരെ ഇങ്ങനെ പലയിടത്തും പോയി കോഴിവെട്ടും ആടുവെട്ടും പലതും ചെയ്തു. ഉസ്താദുമാരുടെ അടുത്തും മലയാറ്റൂർ പള്ളിയിലെ അച്ഛൻ്റെ അടുത്തും അങ്ങനെ പോയിട്ടുണ്ട്. ഒരു വർഷമൊക്കെയാണ് ഒരാൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടും എനിക്ക് ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. 36 വയസ്സിലാണ് എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന MU ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലും. പറയുന്ന അറിവുകളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആൾ പറഞ്ഞു പൂജ ചെയ്യണമെന്ന് പറഞ്ഞു, പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നെ പറഞ്ഞു വിട്ട ആൾക്കോ അവർക്ക് എന്നെക്കാളും മോശം. എന്നാൽ അവരിവിടെ ചെയ്ത് കാര്യം സാധിച്ചിട്ടുണ്ട്, പൈസ ഉണ്ടാക്കി വരാൻ പറയും. അങ്ങനെ 8 മാസം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്തൊരു കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറയും, അച്ഛൻ്റെ വഴിക്ക്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും പോലെ ഞാൻ അമ്മ വഴിയെ പോയിട്ടുണ്ട്. അപ്പോൾ ആൾ അവിടെ വെച്ച് തിരുത്താണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി ഒരു നാണയം തലയ്ക്ക് കുഞ്ഞിടാൻ പറയും. എരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആവരുതെന്ന് പറയും. അങ്ങനെ രാവിലെ 11 മണിക്കുള്ളിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3-ന് ശേഷം അങ്ങനെ ഒരു രൂപ തലയ്ക്ക് കുഞ്ഞിട്ടപ്പോൾ നമുക്ക് മാറ്റം കണ്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ആവാഹന പൂജ ചെയ്തു. ജീവിതം തിരിച്ചു പിടിച്ചു. എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അതിൽ കൂടുതൽ ഞാൻ തിരിച്ചുണ്ടാക്കി. പിന്നെ പുതിയ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഭഗവതി സേവ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സമയത്ത് വീടിൻ്റെ പണി ടൈലിട്ട് തീർന്നാണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കിലൂടെ കയറി വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് അടുക്കള ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിക്കും, ഇതെന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇവിടുത്തെ വലിയ വാസ്തു കുലപതി ചെയ്തു തന്നാന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഞാൻ പറഞ്ഞു സാറിന് വാസ്തുവിൻ്റെ കേസ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, കുട്ടി നമ്മുടെ ജ്യോതിഷം നോക്കുന്നതും ആവാഹന പൂജ ചെയ്യുന്നതും അതേപോലെ വാസ്തു നോക്കുന്നതും നമ്മൾ തന്നെയാണ്. കാരണം മറ്റുള്ള പാരമ്പര്യക്കാർ പറയുന്ന പോലെ അയാൾ പൂജ ചെയ്തതിൻ്റെ കുഴപ്പമാണ്, അയാൾ വാസ്തു നോക്കിയതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരാൾ സൊല്യൂഷനിലേക്ക് വന്നാൽ സമ്പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റി കൊടുക്കണം. ഇതാണ് നമ്മുടെ ജ്യോതിഷം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ ജ്യോതിഷം പഠിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണ് ഞാൻ ജ്യോതിഷം പഠിക്കുന്നത്. എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ ചെന്നിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എല്ലാം നേരെ വിപരീതമാണ്. അതെല്ലാത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അദ്ദേഹം വിശ്വകർമ്മയിൽ തട്ടാൻ സമുദായമായിരുന്നു. അദ്ദേഹം എപ്പോഴും ആശാരിമാരെ അതിൽ നിശ്ചിതമായിട്ട് വിമർശിക്കും മരാശേരിനെ. കാരണം എന്താ, വീടിൻ്റെ വാസം മുഴുവൻ കൊണ്ട് ചെയ്യുന്നവരല്ലേ, ഇവർ കൊണ്ട് എല്ലാം തെറ്റിക്കുകയല്ലേ. അതേപോലെ തന്നെ ഈ നമ്പൂതിരിമാരുടെ ഉത്ഭവ കഥയും ഇവർ കോണം കെട്ടിയെന്ന് വിളിക്കാനുള്ള കാരണമൊക്കെ ഇദ്ദേഹം പറയും, ക്ലാസ്സിലൊക്കെ ഇരുന്ന് പറയും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹം പഠിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പുലയനാശാന് പറയുന്നാശാൻ്റെ അടുത്ത് പഠിച്ചു, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ അടുത്ത് പഠിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷം കേട്ടോ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. A to Z പൂജാ സംവിധാനത്തിലൂടെ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ ആവാഹനം മാത്രം, മറ്റുള്ള പൂജകളാണ് അതിന് മുമ്പ്. അപ്പോൾ ആവാഹനം എന്നാൽ എന്താണെന്ന് പോലും ഈ പാരമ്പര്യക്കാർക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ അടുത്ത ദിവസം എൻ്റെ ഒരു ശിഷ്യൻ്റെ സുഹൃത്തിൻ്റെ അമ്മ മരിച്ചത് അമാവാസിയുടെ അന്നാണ്. അമാവാസിയുടെ അന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് ഉടനെ നമ്മുടെ ശിഷ്യനെ വിളിച്ചു ചോദിച്ചു, അമാവാസിക്ക് മരിച്ചത് അത് അവിട്ട നക്ഷത്രമാണ്, അതുകൊണ്ട് വലിയ ദോഷമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. 16 രാത്രി കഴിയുമ്പോൾ ശിവക്ഷേത്രത്തിൽ 3 ദിവസം അടുപ്പിച്ച് ഒരു 500 രൂപയുടെ വഴിപാട് ചെയ്താൽ നിൻ്റെ പ്രശ്നം സോൾവ് ആവും. പിന്നെ അമാവാസിക്ക് മരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അതേപോലെ വസുപഞ്ചമി എന്ന് പറയുമ്പോൾ അവിട്ടം മുതൽ 5 നാൾ ഇതൊന്നും പേടിക്കണ്ട. നമ്മുടെ ഗുരുനാഥൻ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ വഴിപാട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ 10-ന് 15 ചടങ്ങ് തീർത്തു, 12-ന് ഒഴിമുറി വെച്ചു, 13-ൻ്റെ അന്ന് ആവാഹിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വലിയ ദോഷമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ആവാഹിക്കേണ്ടതെന്ന് പറഞ്ഞു. ഉടനെ ഈ കർമ്മി SNDP ശാന്തികാരൻ പറയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, സൂക്ഷിച്ചോളൂ. അപ്പോൾ സ്ത്രീകൾ എന്ത് വിചാരിക്കും, പേടിക്കും. അങ്ങനെയാണ് ഇവരുടെ ആവാഹനം. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ നാരായണഗുരു ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന SNDP ശാന്തിക്കാരും അവരുടെ ആളുകളെല്ലാം എങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യാമെന്നുള്ളതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഈ പാരമ്പര്യം പറഞ്ഞപ്പോൾ നോക്കിയേ, 21-ാം നൂറ്റാണ്ട് നാരായണഗുരു വലിയ അത്ഭുതം കാണിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു, വിവരമുണ്ടോ? ഇല്ല, വിവരം മൊത്തം അടിച്ചു കളഞ്ഞു. അങ്ങനെ പോയിട്ട് ഇപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ മാലകെട്ടാൻ പാടില്ല, ഈഴവനിൽ നിന്ന് പോയതാണ് ശരിക്കും പറഞ്ഞാൽ മുക്കുവനായിരുന്ന നമ്പൂതിരി എന്ന് പറഞ്ഞത്. പിന്നീട് ജാതി അവർ ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചതാണ്. അപ്പോൾ ഈ അടിമപ്പണി ചെയ്തിരുന്നവർക്കെല്ലാം ഈശ്വരൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ശിവഗിരി മഠത്തിലെ കുറേ സ്വാമിമാരും അവർ ഇവരിന്നൊക്കെ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാനല്ലേ തുടങ്ങി വെച്ചത്, എന്നെ എന്തേ മുഖ്യധാരയിലേക്കൊന്നും കൊണ്ടുവരാത്തത്. അപ്പോൾ കൊണ്ടുവന്ന് ജനങ്ങൾ എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും, ഇവരുടെ പറ്റിക്കലുകളൊക്കെ നിന്നു പോകും അല്ലേ. അപ്പോൾ ഈ പാരമ്പര്യം പറയുന്ന ആളുകൾക്ക് സംവാദമൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിൽ അടിസ്ഥാനപരമായിട്ട് എല്ലാ തെളിവുകളുണ്ട്. നമുക്ക് ആവാഹന പൂജയിൽ രക്ഷപ്പെടുത്തി ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ നിങ്ങൾ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ എൻ്റെ അടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തി തരാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കുറേ ആളുകൾ എൻ്റെ അടുത്ത് പൂജയ്ക്ക് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അവരെ ഞാൻ തരാം. 10 പേരിൽ ഒരാളെ അവർ ഉദ്ദേശിക്കുന്ന കാര്യസാധ്യത്തിലേക്ക് കൊടുത്താൽ മതി. ഇതിനെ കഴിഞ്ഞ ദിവസം എൻ്റെ ശിഷ്യൻ, ഞാൻ പറഞ്ഞിട്ടല്ലാട്ടോ വിളിച്ചു, അവൻ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഞാൻ പഠിപ്പിച്ച ശിഷ്യൻ നമ്മുടെ ക്ഷേത്രത്തിൽ ചണ്ഡിയാഹോമം ചെയ്ത് ഫലപ്രാപ്തിയിലെത്തിക്കാം, സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കില്ലെന്ന്. അതെന്തത്?
അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമ സംവിധാനത്തെ ഒന്നും മാനിക്കില്ല എന്നാണ് പറയുന്നത്. എന്തൊരു ധൈര്യം കേട്ടോ. കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഫോളോവറായിട്ട് വന്ന ആളുകൾ, നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ജാതിയോ മതമോ അതുപോലെ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കണ്ട് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ കാരണം തന്നെ പറഞ്ഞില്ലേ, ആവാഹന പൂജയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം പൈസ വേണം. അപ്പോൾ ഒരു ചരട് കൊടുത്ത് ആ ചരടിലൂടെ പിന്നെ 27 ദിവസം നടന്നൊരു ഏലസ് ധരിച്ച്, പിന്നെ ഏലസിൻ്റെ വഴിപാട് ചെയ്യുമ്പോൾ നാരങ്ങ മാല 18 ഗണപതിക്ക് ചേർത്താൻ പറഞ്ഞാൽ പണ്ട് കാലത്ത് അവർ സമ്മതിക്കില്ല. അതും ഭക്തൻ പുറത്ത് വന്നവർ സമ്മതിക്കില്ല. അങ്ങനെയാണ് നമുക്ക് ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്ഷേത്രം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത. അതും വിദേശങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഓൺലൈനായിട്ട് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ക്ഷേത്രവും നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യ മഹാരാജ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അതാണ് നമ്മുടെ സ്പെയിനിൽ നിന്നുള്ള ഒരു ഈഴവ യുവാവ്, അദ്ദേഹം പൂജ കഴിഞ്ഞ് ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ ഇക്കഡോറിൽ നിന്നുള്ള മദാമേനെ കൊണ്ടുവന്നു. അപ്പം പറയുന്നു ശംഖുമുഖം കാളിദാസൻ അവൻ കൊണ്ടുവന്ന് വേഷം കെട്ടിച്ചു. ഇക്കഡോറിലെ മദാമേട്ടാ അവരിപ്പോഴും തുടർ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല. എത്തിക്കഴിയുമ്പോൾ എന്നെ അവർ ഇക്കഡോറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും വലിയ സത്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കൊടിച്ചുപട്ടിയെ പോലെ ഇവരിന്ന് കുറച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആവാഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അക്ഷരം തലയ്ക്ക് ഒഴിഞ്ഞിടുന്നത് ആവാഹനം എന്ന്. ഇത് തന്നെ വലിയ കോണം കെട്ടികൾ വന്നിട്ട് 4 6 പേരെ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 25,000 വലിയ സുദർശനം, 25,000 ചെറിയ സുദർശനം, പിന്നെ അഘോര മന്ത്രം 25,000 രൂപ, പിന്നെ മൃത്യുഞ്ജയ മന്ത്രം 25,000 രൂപ, പിന്നെ പ്രത്യങ്കരി, ശൂലിനി. ഇനി SNDP-കാരാണെങ്കിലോ അവിടെ യമരാജ പൂജ കൂടിയുണ്ട്. ഈ കോണം കെട്ടികൾക്ക് യമരാജ പൂജ ഇല്ല. ഇവർ SNDP-യുടെ ശാന്തിക്കാർ കുറച്ചുകൂടി ഗ്രേഡ് കയറ്റി പിടിച്ചു. യമരാജ പൂജ, നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ച ഇവരെ കൊണ്ടുപോകണ്ടേ യമൻ. അപ്പോൾ അത് തെക്കോട്ട് തിരിച്ചിട്ട് ചെയ്യിക്കും. യമൻ്റെ കൂടെ കയറ്റി വിടണ്ടേ? എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഈ നാരായണഗുരു ദൈവമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന മഞ്ഞ മഞ്ഞ ബ്രൈസറും മഞ്ഞ വസ്ത്രം മൊത്തം ധരിച്ച് നടക്കുന്ന ആൾക്കാർ വീട്ടിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ 4ാം ക്ലാസ്സും ഗുസ്തി മാത്രം പഠിച്ചിരിക്കുന്ന ഇവരുടെ ശാന്തിക്കാർ, SNDP-യുടെ ശാന്തി എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസം ഇവരുണ്ടാവുള്ളൂ. ഇവൻ വന്ന് പറയുന്ന എന്തെങ്കിലും നുണ കേട്ടിട്ട് നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ പോലും ഈ യമരാജപൂജയും ഈ ആവാഹനമൊക്കെ ചെയ്യും. അപ്പോൾ ഈ കോണം കെട്ടികൾ വന്നിട്ടുള്ള ആവാഹനം ഞാൻ പറഞ്ഞില്ല 25,000 രൂപ, ഇങ്ങനെ പറഞ്ഞ 1.5 ലക്ഷം രൂപ ഉണ്ട്. ഒരു മന്ത്രത്തിന് 2 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ലാഭമാണ്. പക്ഷേ 1.5 ലക്ഷം ഉണ്ട്. 1.5 ലക്ഷം × 2 എത്രയായി? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളുടെ വലിയ ആവാഹനമാണ്. ആവാഹനം എന്താ ചെയ്യുന്നത്? പ്രേതങ്ങളാണ്. നിങ്ങളുടെ അച്ഛൻ ചൊവ്വല്ല. ജീവിച്ചിരുന്നപ്പോൾ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ മരിച്ചു കഴിയുമ്പോണ്ടല്ലോ വെറും വൃത്തിയായിട്ടവനാ. പിടിച്ച് കെട്ടണം. ഈ ചിലരൊന്നും പിടിച്ച കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാളൊന്നും എൻ്റെ അടുത്ത് പറയണേ അയാൾ പിടിച്ച് കെട്ടാണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചത് എന്താ? ഈ ശ്രീനിവാസൻ മാമുക്കയുടെ ഒരു സിനിമയിൽ ഈ ശ്രീനിവാസൻ കാർ ഓടിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ശ്രീനിവാസൻ കാര്യം എഞ്ചിനീയറൊക്കെയാണ്, പക്ഷെ വണ്ടി ഓടിക്കാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് മസിൽ പിടിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ചോദിച്ചു ഈ ആവാഹനം കഠിനമാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ആ കർമ്മി ഇരുന്നിട്ട് എങ്ങനെയൊക്കെ ഇന്ന് മസിൽ പിടിച്ചപ്പോൾ. അത്രയും വെളിവില്ല ഹൈന്ദവർക്ക്. കാരണം ഇവർ ആക്ഷനല്ലേ. നമുക്കിവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുക, പ്രേതാവാഹനം ഉണ്ടാവും, അത് സാമ്പിളായിട്ട് പോണതാണ്. അപ്പോൾ ഇവർ കാരണന്മാരെ ആവാഹിക്കും, പിന്നെ മുത്തശ്ശനെ ആവാഹിക്കും, പിന്നെ റോട്ടിക്കട പോയ പ്രേതങ്ങളെ ആവാഹിക്കും, പിന്നെ അയൽവക്കാരുടെ പ്രേതങ്ങളെ ആവാഹിക്കും, പിന്നെ പണിക്കാർ ബാല്യക്കാർ, അങ്ങനെ ഒരു ചുമട് പ്രേതങ്ങളാണ്. അതൊക്കെ ലിസ്റ്റ് കണ്ടാൽ എൻ്റെ ഇഷ്ടം പോലെ ലിസ്റ്റ് ഇരിപ്പുണ്ട്. ഞാൻ പണ്ട് കാലത്തൊക്കെ ഇത് വെല്ലുവിളിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടാ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ഇത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളല്ലേ ഒരു യുവാവ് വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രേതങ്ങളൊക്കെ ആവാഹിച്ചു. ഓ ഇനി എന്തെങ്കിലും ആവട്ടെ, വലിയ വിശ്വാസിയല്ല, CPM-കാരനാണ്, എന്നാലും ആവാഹിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴേ കൊച്ചച്ഛൻ മരിച്ചു. അപ്പോൾ വീണ്ടും ഈ പ്രേതങ്ങൾ തന്നെ, ഏത് മുമ്പ് കൊണ്ടായ മുത്തച്ഛനും അയൽവക്കാരും റോട്ടിൽ കൂടെ പോയവരൊക്കെ തന്നെ. അതോടുകൂടി ആളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ആ സമയത്താണ് ഈ തടിയൂരിൻ്റെ വീഡിയോ എൻ്റെ ഏലസ് കൊണ്ട് പോയതാട്ടോ. അപ്പോൾ അന്ന് അവന് ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു. വീഡിയോ കണ്ട അവനത് ഏലസ് വീട്ടിൽ വെച്ചു. ഇപ്പോൾ വീണ്ടും ഈ തടിയൂരാൻ കാരണം വീണ്ടും എന്നിലേക്ക് വന്നു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇനി ഏലസൊന്നും വേണ്ട, നേരെ ആവാഹന പൂജയിലേക്ക് വരാമെന്നോ. അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടു ഇതേപോലെ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. അതുപോലെ ഇത്രയും കീർത്തനങ്ങൾ എഴുതാനും ഇത് തന്നെ പാടി. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഭക്തിഭജന ഞാൻ 3.5 മണിക്കൂറോ പാടിയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്വരം വെച്ചുകൊണ്ട്. ഇത്രയും കൂടി സ്വരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു പാടി എത്തിക്കില്ല. അതുപോലെ പോറ്റി പറഞ്ഞു സാറ് നേരത്തെ വരും, കാരണം പാട്ടല്ലേ, 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾ 1 മണിക്കൂറൊന്നും പോവില്ല. പക്ഷേ ഞാൻ 3.5 മണിക്കൂർ പാടി. നിങ്ങൾ ആലോചിച്ച്, എനിക്ക് അപ്പോഴും നിർത്താൻ താല്പര്യം ഉണ്ടായില്ല കേട്ടോ.
എന്നെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭക്തർ അവർ ആനന്ദ നൃത്തം ആടുന്ന സമയം ആ ദേവതകൾ നമ്മളിലേക്ക് അത്രയും ശക്തിയായിരുന്നത്. പക്ഷേ നമുക്ക് സമയം ഇവർക്കൊക്കെ തിരിച്ചു പോകണ്ടേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിർത്തിയത്. അല്ലെങ്കിൽ പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്, ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ ഭഗവാൻ തരുന്ന കഴിവല്ല, അല്ല ഞാനതിൽ അഹങ്കരിക്കുന്നില്ല. അപ്പം ഞാനിവിടെ ആവാന പൂജ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മദ്യപാനിയായിട്ട് നടന്ന ഒരാളാണ്, അവരുടെ മദ്യപാനം മാറും. ഇത് തന്നെ പറഞ്ഞില്ലേ ഡിപ്രഷൻ മാറ്റുമെന്ന്. ഈ കഴിഞ്ഞ ദിവസം കല്യാണിൽ ജോലി ചെയ്തൊരു അമ്മയും മോനും എൻ്റെ അടുത്ത് ആവാന പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ മോൻ ആദ്യം അവിടെ വന്നിരുന്നു. അപ്പം മുമ്പ് ഈ സ്ത്രീ വലിയ വിശ്വാസിയൊന്നുമല്ല, അവർ ഇതുവരെ പലരുടെ അടുത്ത് പോയി ഒരു ഗുണമില്ലാണ്ട് അവസാനം ആരോ കൂട്ടുകാർ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അങ്ങനെ വന്നു. ഇവർ പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി മകന് പഞ്ചസാരൊക്കെ ജപിച്ചുകൊണ്ട് മകനും അമ്മയും കൂടി ഒന്ന് പ്രായച്ചിത്ത ബലിയൊക്കെ ഇട്ടു. ബലിയിട്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു ഒന്നുകൂടി പഞ്ചസാര ജപിച്ചു തന്നു. അപ്പോൾ മോനിരിക്കുന്നുണ്ട്. ഞാൻ മോനോട് വേണോ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി അടുത്ത ആഴ്ചയിൽ ഒരു പൂജയ്ക്ക് വന്നു. ഈ പൂജയ്ക്ക് വന്നിരിക്കുമ്പോഴാണ് മനസ്സിലായത്, അമ്മയ്ക്ക് മനസ്സിലായി മകന് മെൻ്റലാണ്. അതുവരെ അമ്മയ്ക്കറിയില്ല. ഈ മകൻ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോവില്ല. ഒരു പെൺകുട്ടിയായിട്ട് ചെറിയ പ്രേമമൊക്കെ ഉണ്ടായി, അവൾ മാറിപ്പോയി സംഭവിച്ചതാണ്. പിന്നെ ഭർത്താവ് മരിച്ചും പോയി. അങ്ങനെ പൂജയിലേക്ക് ഒരു പ്രാവശ്യം ഞാൻ അവനെ റൂമിൽ പോയി നിന്നിട്ട് വിളിച്ചു കൊണ്ടുവരും. രണ്ടാമത് പിന്നെ അവൻ പോകും. അപ്പോൾ അമ്മയോട് അവൻ പറയും ഇനി എന്നെ വിളിക്കാമെന്ന്, ഞാനിവിടെ റൂമിൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ പൊയ്ക്കോട്ടെ. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ആയില്യത്തിന് അവർ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അവർ പറഞ്ഞു മകന് ഭയങ്കര വ്യത്യാസമായി, വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്രയും വലിയ മാറ്റം ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നില്ലേ, എന്നിട്ടും പറയുന്നു പറ്റിക്കാന്ന് പറയുന്നത്. പിന്നെ ആവാഹിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നത്, എനിക്ക് അതൊക്കെ പഠിപ്പിക്കാൻ ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നുണ്ട്, ജോയിൻ ചെയ്തോളൂ. ധൈര്യമായിട്ട് പഠിച്ചെടുത്തൂടെ? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളെയും കൂടി പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കാന്നല്ല പറയുന്നു, വേണ്ടാന്ന് പറയുന്നുണ്ടോ? ഏത് മിടുക്കം കോണം കെട്ടിക്കോ, കെട്ടാത്ത ഓണത്തിനോ ആർക്ക് വേണമെങ്കിലും. ഇവിടെ ജാതി മതമൊന്നുമില്ല. തടിയൂർ കലേഷ് കുമാറിനും ഇതിനകത്ത് ചേർന്ന് പഠിക്കാം. നീ അതിനൊന്നും മടി പിടിക്കണ്ട, ഞാൻ പഠിപ്പിക്കും. അപ്പം നിനക്കൊന്ന് പരീക്ഷിച്ചൂടെ? വേറെ കള്ള ഐ ഡി കയറിക്കോ, അല്ലെങ്കിൽ എനിക്ക് എതിരെ വന്നവൻ്റെ അവൻ്റെയൊക്കെ അഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എപ്പോഴും വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, ഭയങ്കര തെറിവിളിക്കാരനാണ്. അവനും വേണ്ടി ചേരാം, ഞങ്ങൾ ആർക്കും വേണ്ടാന്ന് പറയുന്നില്ല. ഇവിടെ ഒരു ക്ലാസ്സിന് 1000 വെച്ച് തന്നെ, വെറുതെ പഠിപ്പിക്കില്ല. 12 ക്ലാസ്സിന് 12,000 ആദ്യം അടച്ചു കഴിഞ്ഞാൽ നീ ബാച്ച് കയറിക്കോ. എന്നിട്ട് ഇവിടുത്തെ രീതികൾ ഒന്ന് പഠിച്ചു നോക്ക്, നമുക്ക് വല്ലതൊക്കെ സാധിക്കുമെന്ന് നോക്കാം. ഈ ആളുകൾ പറ്റിക്കലല്ല, നീ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്ക്. എല്ലാവരും ജീവിച്ചോട്ടെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലമല്ലേ ആടി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാരമ്പര്യം പറഞ്ഞ ആളുകളെ പറ്റിക്കണോ, അതേ നന്മയിലൂടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തണോ? മനസ്സമാധാനം എന്ന് പറയുന്ന ധനം എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. സ്വർണ്ണ ഷടി ആരും ഇട്ടില്ലെങ്കിലും ഒരു സ്വർണ്ണമാലെങ്കിലും കഴുത്തിലിടാൻ മോഹം എല്ലാവർക്കും ഉണ്ടാവില്ലേ? അതിലേക്കൊക്കെ എത്തിക്ക് അടിയൂരേ കലേഷ് കുമാറേ. ഞാൻ നിന്നെ അധിക്ഷേപ വീഡിയോ അല്ല ഇടുന്നത്, ആട്ട് വീഡിയോ അല്ല അത്. കാരണം അതിന് വേണ്ട പണിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാവാൻ ബാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ നിയമത്തെ മാനിക്കുന്ന ആളാണ്. നിനക്കെന്തായാലും നിയമത്തിനൊന്നും മാനിക്കേണ്ട ആവശ്യമില്ല. കാരണം നിൻ്റെ പിന്നിൽ SNDP എന്ന് പറയുന്നൊരു വലിയ സംഭവം ഇങ്ങനെ നിൽക്കല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഞാൻ ഈഴവനല്ല എന്നല്ലേ നീ പറഞ്ഞേ? SNDP-കാരനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പ്രസ്ഥാനമായിട്ട് എതിരാണ്. ഞാനിത് തന്നെ മറ്റൊരു DSPയുടെ മുമ്പിലേക്ക് ഞാൻ ചോദിച്ചു SNDP-നെ പൂട്ടിക്കാൻ വല്ല വഴിയുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഈഴവൻ SNDP-ആയിട്ട് ബന്ധമുള്ള വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ആളെ കൊണ്ട്, അപ്പോൾ ആൾ പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഇവരാദ്യം ഭീഷണിപ്പെടുത്തും. നിങ്ങളുടെ പിൻബലം ഉള്ളതുകൊണ്ട് അയാൾ പേടിക്കില്ല. അത് കഴിഞ്ഞ് ഒരു കാല് പിടിക്കും. കാല് പിടിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സ്വന്തക്കാരെ കൊണ്ട് വരെ പിടിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ വഴങ്ങും, ഇല്ല എന്നാലും നിങ്ങളുടെ പിൻബലം ഉണ്ടെങ്കിൽ. പിന്നെ അവസാനം ഇവർ പറയും ബാധ്യത തീർക്കാന്ന് പറയും, അതിൽ അയാൾ പോകും. അപ്പോൾ നിൽക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ നടക്കില്ല. അപ്പോൾ അതേപോലെയാണ് ഇവരുടെ SNDP-യുടെ തന്ത്രം. പക്ഷേ ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്ര കണ്ട് വിഷമിച്ചു വന്ന ഒരാളാണ്, ജീവിതം കണ്ടറിഞ്ഞു വന്ന ആളാണ്. 2 പ്രാവശ്യം ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞു പോയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആരെയും പറ്റിക്കില്ല, എനിക്ക് ആരെയും പറ്റിച്ചുള്ള ഒരു പൈസ വേണ്ട. എൻ്റെ മക്കളോടും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന സഹായമായിട്ട് നിൽക്കുന്ന എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. അവനൊക്കെ പൂജ കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അവർക്ക് ഇതിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ വീട്ടിൽ മുൻ ശബരിമല മേൽശാന്തിയും തന്ത്രിയൊക്കെ വന്ന് പൂജ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ വലിയ പൂജകളൊക്കെ നടത്തിയിട്ടൊന്നും ഒരു ഗതി ഉണ്ടായേയില്ല. പിന്നെ IVF നടത്തി, അതിലൊന്നും സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് 50 വയസ്സായി. അപ്പോൾ 50 വയസ്സായക്കൊക്കെ 50 വയസ്സിൽ എൻ്റെ അടുത്തൊന്ന് പൂജ കഴിഞ്ഞു ഇത് ഉണ്ണി ഉണ്ടാവുമോ? തടിയൂർ കലേഷ് കുമാറേ, അതൊക്കെ ഒരു 35 വയസ്സാണ് നമ്മൾ സ്ത്രീക്ക് അതിൻ്റെ ഒരു കാലം പറയുന്നത്. നമ്മുടെ ജ്യോതിഷത്തിൽ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടോ. നിൻ്റെ പോലെയല്ല, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഗുരുനാഥൻ്റെ അടുത്ത് സംഭവം 4 വിധം ഉണ്ടായിരുന്നു, ചികിത്സയും പൂജയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിസൾട്ടിലേക്കാണ്. അപ്പോൾ ഈ ആവാഹിച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ക്ഷേത്രങ്ങളിൽ, അതായത് പിടിക്കുന്നത് പ്രേതങ്ങളെയൊന്നുമല്ല കേട്ടോ, പ്രേതങ്ങളുണ്ട്, പ്രേതങ്ങളൊക്കെ ശിവൻ്റെ അടുത്താകാം. മറിച്ച് മറ്റുള്ള ഈ ചാത്തൻ എന്ന് പറയുന്ന ഒരു ദേവനാണ്. അതൊക്കെ നീ ആദ്യം മനസ്സിലാക്ക്. ചാത്തൻ, ചൊവ്വ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്, ജിന്ന് എന്ന് പറയുന്നത് മുസ്ലിം ദേവതയാണ്.
പിന്നെ ഗന്ധർവൻ എന്ന് പറയുന്ന ദേവനാണ്, ബ്രഹ്മരക്ഷസ് ദേവനാണ്, ഈ വീരഭദ്രൻ ദേവനാണ്, ഘണ്ടാകരൻ, ഇതെല്ലാം ദേവതകളാണ്. യക്ഷി, പിന്നെ സർപ്പങ്ങൾ, ഉത്തമ സർപ്പം, നീച സർപ്പം. നിൻ്റെ പോലെ കോണക സർപ്പം ഇവിടെ ഇല്ല, അതായത് ബ്രാഹ്മണ സർപ്പം അല്ല, ഉത്തമ സർപ്പം. അപ്പോൾ ഈ സർപ്പങ്ങൾ ഇതിനെല്ലാം നമ്മൾ ആവാഹിച്ചു കഴിഞ്ഞാൽ തത്തുല്യ ബലമുള്ള ദേവതാ ചൈതന്യത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന പോലെ ഈ 1,50,000 ഒരു മന്ത്രം ചൊല്ലി, അപ്പോൾ നമ്മൾ കരുതും ഇവിടെ ഗണപതി ഹോമം 21 ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് 21-8 168 ഒരു ജപിച്ച് തീർക്കാൻ വേണ്ടി, അതേ ഹോമം തീർക്കാൻ 3/4 മണിക്കൂർ എടുക്കും കേട്ടോ. ഇതിനെ കോണം കെട്ടികൾക്ക് ചകിരി വെച്ചിട്ട് 10 മിനിറ്റ് വേണ്ട, അവിടെ അക്ഷരമൊന്നുമില്ല. വീട്ടുകാർ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ചെല്ലുമ്പോൾ ചകിരിയുടെ കുറച്ച് കരി എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതല്ലേ നമുക്കിവിടെ അങ്ങനെയല്ല, പാർട്ടി നേരിട്ട് വരാം, അക്ഷത ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് വിധിയായാലും ഫലമല്ല വേണ്ടത്, അല്ലാതെ ഭഗവാന്റെ മുമ്പിൽ ഷർട്ട് ഊരി കാണിച്ചാൽ ഭഗവാൻ വല്ലതും നമുക്ക് തരുമോ? പണ്ട് സ്ത്രീകളെ കൊണ്ടായിരുന്നല്ലോ ഒരിക്കലും, ഇപ്പം എന്തേ പറ്റിക്കാത്ത? അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക, പണ്ടത്തെ പൂർവ്വകാലം. അപ്പോൾ നമുക്കിവിടെ ജാതി മത ഭേദമൊന്നുമില്ല, ജാതകത്തിലുണ്ടാവും അയാൾ എന്താവണം. ഇതെന്നെ നീ ഒരു പുതിയ വീഡിയോ ഇട്ടുണ്ടല്ലോ, എനിക്കിവിടെ ജാതകം നോക്കാം. എൻ്റെ അടുത്ത് വന്ന ഒരാളങ്ങനെ പറയില്ല, ഗ്രഹനില കാണുമ്പോൾ പറയും ഇന്ന കഴിവുണ്ട്, ഇന്ന ദശാകാലമാണെങ്കിൽ അത് ഇന്ന സമയത്ത് കിട്ടും, അത് പറ്റുന്നില്ലെങ്കിൽ തടസ്സം മാറ്റലാണ് എൻ്റെ ആവാഹനം. അപ്പോൾ ഇവിടെ കോണം കെട്ടിയുള്ള 1,50,000 ഒരു വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഹോമം തീരും. 10 മിനിറ്റ് കൊണ്ട് ആവാനം, അരമണിക്കൂർ പോലും വേണ്ട. ഒരു രഘുനാഥൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളെ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, 10 മിനിറ്റിനുള്ള ആവാഹനം, 10 മിനിറ്റ് ഹോമം. ഇവിടെ വന്ന് ഞെട്ടിത്തിരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗൾഫിലായിരുന്നു കേട്ടോ, നല്ല ഫോളോവറായിരുന്നു. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ പിന്നീട് ഫോളോയ്ക്ക് വരില്ല, പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലേ അവർ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ ആവാഹനം അങ്ങനെയാണ്. ഇത് തന്നെ എൻ്റെ ജ്യോതിഷം 13 ഇതുകൊണ്ട്, അതിൽ യാന പ്രശ്നം, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ജാമക്കോടാങ്കി, അതൊക്കെ നിനക്കിത് വല്ലതും അറിയുമോ? എനിക്ക് മനസ്സിലായി നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒറ്റരാശി പ്രശ്നം, താമ്പൂലം, അങ്ങനെ 13 വിധം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ജ്യോതിഷം പഠിക്കാൻ വരുന്നവർ വന്നോളൂ, ആര വേണ്ടെന്ന് പറഞ്ഞേ. ഉദയരാശി പ്രശ്നം 13 വിധമുണ്ട്, നീ പഠിച്ചെടുത്തോ. അപ്പം നിനക്ക് ഈ മന്ത്രവും കിട്ടും, തന്ത്രവും കിട്ടും. അല്ലാതെ നിൻ്റെ പോലെ 1,50,000 ഒരു അത് വെറും അരമണിക്കൂർ കൊണ്ട് ജപിച്ച് തീർക്കുകയും ഈ ആവാഹനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാണ്ട് പറ്റിക്കുകയല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ മദ്യപാനി ആയിരുന്നെങ്കിൽ അയാൾ മാറിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുടിച്ച് പറ്റിയിട്ട് ചെന്നാൾ റോഡിൽ അത് മാറിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾ ഡിപ്രഷനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് ജോലിക്ക് പോകും, പഠിക്കാൻ പോകും. അതൊക്കെ ഇവിടെ സാധിക്കുന്ന കാര്യമല്ലേ. അതിന് നമ്മൾ ബാധാദോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. അപ്പോൾ ഇത് പിടിക്കുന്നത് ചാത്തനാണെങ്കിൽ ചാത്തനാവണങ്ങാട് കളരി തന്നെ ഉണ്ടാക്കും. അല്ലാതെ നമുക്ക് പേരമംഗലത്ത് ചാത്തൻ്റെ അമ്പലം ഇല്ല കേട്ടോ. അതിൻ്റെ കാരണം ചാത്തൻ എന്ന് പറഞ്ഞാൽ ആ ദേവത. അപ്പോൾ എനിക്ക് പൈസയ്ക്കാണ് ലക്ഷ്യമെങ്കിൽ ചാത്തൻ്റെ അമ്പലം മാത്രം ഉണ്ടാക്കിയാൽ മതി, സുഖം പരിപാടിയാണ്. തുള്ളുകയും ചെയ്യാം, അല്ലെങ്കിൽ തുള്ളിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങളുണ്ടാക്കുന്ന പൈസ ചാത്തൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാത്തനവിടെ വെച്ചിട്ടില്ല. അപ്പോൾ അത് ആവണങ്ങാട് കളരി, അതിൻ്റെ മൂലകേന്ദ്രം അവിടെയാണ്, അല്ല കാട്ടുമാടല്ല. ഞാനിതൊക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ മറ്റുള്ള ദേവതാ ചൈതന്യങ്ങൾ എവിടെയാണോ അത് പിടിക്കാൻ തത്വത്തിലെ ബലമുള്ള അവിടെ ലയിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നത്. ഇത് തന്നെ ചിലരെന്താ ചെയ്യുന്നത്, ചിലർ ഇതെല്ലാം കൂടി നിങ്ങളൊക്കെ ചെയ്യുന്ന ആഹൂതി ഇത് മുകളിലേക്ക് വിടും. അത് എവിടേക്കാണ് പോകണമെന്ന് പോകണില്ലല്ലോ. നിങ്ങൾ പറയും ദേ പോകണമെന്ന് പറയും. ഈ പൈസ പോയതാണ് മിച്ചം. പിന്നെ ചിലർ എല്ലാം കൂടി വാരി കെട്ടി ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കി വിടും. ചിലർ വീടിൻ്റെ മുമ്പിൽ അത് കുഴി കുത്തി അവിടെ കുഴിച്ചു മൂടും. അങ്ങനെ പല വിധമുണ്ട്. ഞാൻ പലരോടും ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഗുരുനാഥൻ്റെ രീതി ഏറ്റവും നല്ല മാർഗ്ഗമാണ്. കാരണം വാങ്ങുന്നതിൻ്റെ ആ വീതാംശം അതാത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ലയിപ്പിക്കുന്നതിനുള്ള വഴിപാടുകൾ അവിടെ ചെയ്യും. അങ്ങനെയാണ് ഇത് പൂർണ്ണതയിലെത്തുന്നത്. നിനക്കതൊന്നും അറിയില്ല എന്ന് നിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ അറിയുക, നമുക്കിവിടെ ആവാഹന പൂജ തട്ടിപ്പല്ല. നിങ്ങളിപ്പോൾ വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന്, പിന്നെ സന്താന ഭാഗ്യം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ ഏജിനനുസരിച്ചുള്ള സന്താന ഭാഗ്യം, സർപ്പദോഷങ്ങൾ ഇതൊക്കെ ഇവിടെ ആവാഹിച്ച് മാറ്റും. നമ്മുടെ ഫോളോവറായ മോഹൻകുമാർ കർത്ത അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് വന്നതിന് മുമ്പ് 50 പ്രാവശ്യം സർപ്പാവാഹനം നടത്തിയെന്ന് പറഞ്ഞു. ഞാനിവിടെ ആകെ ഒറ്റ പ്രാവശ്യം സർപ്പാവാഹനമുള്ളൂ, പിന്നീട് സർപ്പം ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപയാണ് വലിയ പ്രഗത്ഭരുടെ അടുത്ത് പോയത്, ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അദ്ദേഹത്തിനൊന്ന് നിവർന്ന് നിൽക്കാൻ സാധിച്ചത്. അല്ലാതെ വന്ന് പൂജ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോടീശ്വരന്മാരാവെന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾ വലിയ കുഴിയിലാണ്, ഈ പതുക്കെ തിരിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചറിവുകളായിരിക്കണം ജീവിതം. അതിന് പറയുന്ന 4 കാര്യം: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ഇത് കഴിയുമ്പോൾ 27 മുതൽ 81 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ തന്നെ പിന്നീട് വഴിപാട് ചെയ്ത് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തടിയൂർ കലേഷ് കുമാർ ഷെഡ് എന്നൊക്കെ പറയണില്ലേ. ഷെഡല്ലാത്ത ഏതെങ്കിലും ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ടോ? അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഒന്ന് ആലോചിക്കുക, അവിടെ ഷെഡ് തന്നെയല്ലേ. കാരണം ഷീറ്റ് മേയുന്നതിനാണ് ഇവൻ ഷെഡ് എന്ന് പറയണേ. ഇവൻ ഒരു സ്ഥലത്തും പോകണില്ലല്ലോ,
റൂമിൻ്റെ അകത്തിരുന്ന് രാവിലെ മുതൽ രാത്രി വരെ സേവ. പടപടയെന്ന് വീഡിയോ. ഒരു ദിവസം എനിക്കൊരു 7 വീഡിയോ കിട്ടാൻ. എനിക്കതിന് നേരമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പണിയാണ്. പണി കഴിഞ്ഞിട്ട് ഗ്യാപ്പിലാണ് ഒരു വീഡിയോ ഇടുന്നത്. അത് ഇടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാത്തിനുള്ള ഉത്തരവാണ് തരണത്. അല്ലാതെ ഇവനിരുന്ന് പറയുന്ന പോലെയല്ല. നമുക്ക് കാര്യങ്ങൾ പറയാം. പാരമ്പര്യം പറഞ്ഞപ്പോൾ കണ്ടില്ലേ, പാരമ്പര്യം പറഞ്ഞ് തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അയിത്തമാണ്. ഈ അയിത്തം മൂത്തിട്ടാണ് ഇവിടെ ഒരു ഈഴവന് അവിടെ മാല കോർക്കാൻ പറ്റില്ല. അവിടെ തന്ത്രിമാർ കുളിക്കുന്ന വെള്ളം, ആ വെള്ളം വേണം തീർത്ഥമായിട്ട് കൊടുക്കുന്നത്. ഇത്രയും മ്ലേച്ഛമായില്ലേ? നമുക്കിവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മളിവിടെ തീർത്ഥം എന്ന് പറഞ്ഞാൽ ആകാശങ്ങയെ ആവാഹിച്ച് വരുത്തി അതാണ് ഭക്തർക്ക് തീർത്ഥമായി കൊടുക്കുന്നത്. അപ്പം എൻ്റെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ തീർത്ഥം തളിച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവില്ല. അതിനുവേണ്ടിയാണ് അത്ര ശക്തമായിട്ട് പുണ്യാഹം, ഒറ്റ പുണ്യാഹം കെട്ടുന്നത്, പഞ്ചപുണ്യാഹമല്ല. അപ്പോൾ ഇവർ പറയുന്ന പോലെ എല്ലാത്തിൻ്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. ആര് വേണമെങ്കിലും സംവാദത്തിന് എവിടെ വേണമെങ്കിലും റെഡിയാണ്. അല്ല വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നും കൂടി പറഞ്ഞു തന്നോട്ടോ. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന അംബേദ്കർ എഴുതിയ ഗ്രന്ഥത്തിന് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ അയ്യപ്പൻ്റെ ശബരിമല ക്ഷേത്രം എന്നാണ് നിർമ്മിച്ചത് ഞാൻ ചോദിക്കുമ്പോൾ ചരിത്രമൊക്കെ ചോദിക്കും. ചരിത്രവും പുരാണവും എല്ലാം ചോദിക്കും. ആ ചോദിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം തന്നെ പോരെ, ധൈര്യമായിട്ട് പോരെ. ഞങ്ങളുടെ ആചാര്യ സംവാദത്തിലുള്ള പ്രമാണം ചൊല്ലി ഞാൻ തിരിച്ച് പറയാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രമാണം, അനുസ്മൃതിയുള്ള പ്രമാണം, അതായത് ഒരു നമ്പൂതിരി ഒരു നായരെ തല്ലി കഴിഞ്ഞാൽ അത് സാക്ഷി പറയാൻ തത്തുല്യനായ നമ്പൂതിരി വന്നം, ഇതാണല്ലോ മനുസ്മൃതി. പിന്നെ ഒരു സ്ത്രീയെ കിട്ടി ഇടപാട് ചെയ്യണവരെ ഒരു കുഴപ്പമില്ല, ഇടപാട് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിയായി. ഇതൊക്കെയല്ലേ പപ്പടം, അത് കടിച്ച് തിന്നാൻ പാടില്ല, കാരണം അത് അയിത്താവും. അവനവൻ കടിച്ച പപ്പടമാണ്, പൊട്ടിച്ച് തിന്നാൻ പാടുള്ളൂ. പഴം കടിച്ച് തിന്നാൻ പാടില്ല, കാരണം എന്താ, അത് കടിച്ച ബാക്കി എച്ചിലായി. ഇങ്ങനെയൊക്കെയല്ലേ സംസ്കാരം, ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? നിങ്ങൾ തന്നെ ചിന്തിക്കേ. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു. പാരമ്പര്യത്തിന് വലിയ മഹിമയുണ്ട്. പണ്ടത്തെ മണ്ടത്തരം ഈ വിദേശീയർ വന്നില്ലായിരുന്നു നമുക്കൊക്കെ വല്ല വെളിവുണ്ടാവുമോ? എന്തായാലും എനിക്ക് ഡോക്ടർ പൽപ്പ് കാണിച്ചു തന്ന മഹനീയമായ വഴിയിലൂടെ, അത് തന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്നത് അദ്ദേഹമൊക്കെ സവർണരുണ്ടാക്കിയ കള്ളകഥ എന്ന് പറഞ്ഞാൽ ഈഴവനാട്ടോ. എന്താ ചെയ്യാല്ലേ, ഇനിയിപ്പോൾ ഡോക്ടർ പൽപ്പു സവർണരുണ്ടാക്കിയ കഥയാവും. അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ കഥയാവും. ആകെ ഉണ്ടാവുന്ന നാരായണ ഗുരുവാണ്. അത് വയറിളക്കം പിടിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് മൂത്രമൊഴിക്കാൻ കരഞ്ഞുകൊണ്ട് ദൈവം, കഷ്ടം. ഇനിയിപ്പോൾ പറയും യേശു കുരിശുമരണ സമയത്ത് കരഞ്ഞില്ലേന്ന് ചോദിക്കും. യേശു കഥയല്ലേ, ഇത് ചരിത്രമല്ലേ. ഞാൻ അസുഖം വരണ്ടെന്ന് പറയില്ല. ഇപ്പം എനിക്ക് അസുഖമില്ലേ? നമ്മളിവിടെ ദൈവം എന്ന് പറയണില്ലല്ലോ. നമുക്ക് യഥാർത്ഥ ദൈവങ്ങളെയാണ് അവിടെ വെച്ചാണ്. പിന്നെ പറയുന്ന ഷെഡ് എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു വോയിസ് ഇട്ട് തരട്ടോ. ആദ്യമായിട്ട് വന്നൊരു യുവാവിട്ടൊരു വോയിസാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനുണ്ടായ ഒരു അനുഭൂതി. അപ്പം നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ധൈര്യമായിട്ട് വരാം. ഒരു ഗതിയും പരഗതിയിലും പ്രണവമലയിൽ ഒരു 27 ക്ഷേത്രത്തിനും 108 പ്രതിഷ്ഠ നടത്താം. കൗണ്ടറിൽ നിന്ന് ചരട് വാങ്ങി ധരിക്കുക. 27 ദിവസം അതിൻ്റെ ഫലം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്തു പോയാൽ 1.5 വർഷം ഏലസിനോട് പോകാം. പിന്നീട് ആവാന പൂജയ്ക്ക് വരുമ്പോൾ ആകെ ഉള്ളത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു. അത് വലിയ തെറ്റിച്ചാണെങ്കിൽ വിൽക്കേണ്ട വരും. അപ്പോൾ ഇവൻ പറഞ്ഞ് വിറ്റേന് ഇരിക്കാൻ പറ്റും. ഇതെങ്ങനെയെന്ന് ഞാൻ ചോദിക്കണേ. ഒരു ബന്ധമില്ല, നമ്മളറിയ പോലുമില്ല. പൂജിക്കണം ആദ്യമായിട്ട് വരണത്. പിന്നെ ഇവിടുന്ന് വാസ്തുവാചാര്യമായിട്ട് തെറ്റ് കണ്ടുപിടിക്കൽ മാത്രമേ ഉള്ളൂ. ബാക്കി പണിയിക്കുന്നതെല്ലാം നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും വെച്ചല്ലേ. എനിക്കിതിനകത്ത് എന്താ റോളുള്ളത്? അപ്പോൾ അതുപോലെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം ചെയ്ത് 1 വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചെയ്ത് നേടുന്നുള്ള പൂജാ സംവിധാനമുണ്ട്. അത് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവരും. ഇതൊക്കെ റേറ്റ് പറഞ്ഞെന്തിനാ? ഈ വലിയ വലിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ല, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് എഴുതുന്ന ജാതകം അത് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം, കലാപരമായ കഴിവുണ്ടോ, ഇതെല്ലാം അത് ഇവിടുത്തെ ഒരു ജാതകമായി വായിച്ചാൽ മതി. അപ്പം മനസ്സിലാവും ഞാൻ പണ്ഡിതനാണോ അല്ലേ എന്നുള്ളത്. അത് ഞാനല്ലാട്ടോ എഴുതുന്നത്, ഞാൻ പഠിപ്പിച്ച ശിഷ്യകളാണ്, ശിഷ്യന്മാരാണ്. അവർക്ക് അത്രയും പ്രാവീണ്യമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ഈ കഴിവില്ലാത്ത ആൾ എഴുതുന്ന ശിഷ്യന്മാർ ജാതകം എഴുതിയാൽ നിങ്ങളെ വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ ഇവരെഴുതുന്ന പോലെയാണോ? അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങി വായിക്കുക. പിന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയാണ്. ജാതിയില്ല, മതമില്ല, ലോകത്തിൽ ആദ്യമായിട്ട് പ്രവേശന ഫീസ് മാസവരിയൊന്നുമില്ല. അപ്പോൾ ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ വരുന്നുണ്ട്. ആ ബസ് കാശ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ വരണേ 600 650 രൂപയാണ് ചാർജ് ചെയ്യണത്. ആ പൈസ വഴിപാടായിട്ട് കിട്ടും, വണ്ടി വാടകയും കിട്ടും. ഇത്രയും സൗകര്യം. രാവിലെ വന്നു തുടങ്ങുമ്പോൾ പോണ വരെ ഭക്ഷണമുണ്ട്. എവിടെയും നിങ്ങളിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരെയും രക്ഷപ്പെട്ടോട്ടെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രീതി. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ 2 പേരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് പണിയെടുത്ത് കഴിക്കാവൂ, ആരെ പറ്റിക്കാൻ നിൽക്കരുത്. അപ്പം നിങ്ങളാണ് പറ്റിക്കലാര്, ഞാൻ പറ്റിക്കലാരനല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കടം വന്നേനെ ഞാൻ കൊടുത്തു തീർത്തു. എനിക്ക് ധർമ്മമുള്ള മനുഷ്യനാണ്, നിന്നെ പോലെയല്ല. നിനക്ക് ധർമ്മമില്ല. നിനക്കിപ്പോൾ SNDP ഏതാണ്ട് തള്ളി തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി. എൻ്റെ അടുത്ത് 5000 കോടി തരാമെന്ന്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ എനിക്ക് പണിയെടുത്ത് ജീവിക്കണം കണ്ട ഞാൻ വയ്യാണ്ടിരിക്കുക.
എന്നോട് ഡോക്ടർ പറഞ്ഞാണ് സംസാരിക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ സംസാരിക്കല്ലേ, കാരണം സംസാരിക്കാതിരുന്നാൽ പറയും നീ എന്തോ കൂടാതെന്ന് ചെയ്തിട്ട് ഞാൻ ചത്തുപോയി എന്ന് പറയും. എന്താ ചെയ്യുക, എനിക്കിനി അടുത്ത ദിവസം ആവാഹന പൂജ ഉണ്ടോ, ഞാൻ ഒന്ന് വരാം. അപ്പോൾ ഇതുകൊണ്ട് വിറച്ച് നിൽക്കണവർ ജീവിതകാലം മുഴുവൻ വിറയ്ക്കും. രക്ഷപ്പെടണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വരാം. ഇതേപോലെ ഒരു കൂട്ടായ്മയിലൂടെ സത്യമാണെന്ന് തെളിയിക്കാൻ ഇവിടെ ലോകത്ത് എവിടെയെങ്കിലും ഒരു സംവിധാനമുണ്ട്. ഒരുപാട് ഗുരുക്കന്മാരില്ലേ, അമ്മയും അപ്പനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്നുണ്ടോ? ഇത് തന്നെ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ശിവഗിരി മഠത്തിലെ ചാമ്യനെ വിളിക്കും. ഈ ജാമ്യം അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്ത് മാറ്റം, എന്ത് മാറ്റം, ഒരു മാറ്റമില്ല. അതെങ്ങനെയാണ്? സ്വന്തം ജീവിതം മരിക്കാൻ പോണ സമയത്ത് വയറിളക്കം പിടിച്ച്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിച്ച്, ഒരു തുള്ളി മൂത്രം പോകാൻ പോലും പറ്റാതെ കരഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണപിള്ള ഭയങ്കര ഭക്തൻ, അന്ന് നിർത്തി ദൈവവിശ്വാസം. അങ്ങനെയുള്ള ആൾ അത് കണിയാനാണ് ഈഴവാത്തി സമുദായം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അഡ്വക്കേറ്റിനോട് പറഞ്ഞപ്പോൾ ആൾ പറയാണ് ഞാനും കരുതിയിരുന്നു നാരായണഗുരു ഈഴവനാന്ന്. കണ്ടോ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വോയിസ് ഏൽപ്പിച്ചില്ലേ ചെമ്പഴന്തിയിലുള്ള, അവർ പറഞ്ഞത് കേട്ടാ. അപ്പം നിനക്ക് ഇതെന്ത് നീ ഇതൊന്നും പറയാത്തേ, നാരായണഗുരുവിൻ്റെ ഈഴവാത്തിയുടെ കാര്യം മാത്രം അതൊന്നും പറയാത്തേ? ഇത്രയും അറിവൊക്കെ ഉള്ള ആൾ, പാരമ്പര്യമല്ലേ. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ജീവിതം ഒരിക്കലേ ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. കമ്മ്യൂണിസം നല്ലതാണ്, RSS നല്ലതാണ്, കോൺഗ്രസ് നല്ലതാണ്, ഒന്നും മോശമല്ല. എല്ലാം അതിൻ്റേതായ രീതിയിൽ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എല്ലാം നല്ലതിനാണ്. അമൃതും അധികമായാൽ വിഷം എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ പോളിസി അതാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് വാരി കൂടണമെന്ന് ഒരു ആക്രാന്തമില്ല. ഈശ്വരൻ തരുന്ന ആയുസ് നല്ല രീതിയിൽ ഉപയോഗിക്കണം. എൻ്റെ രീതി അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ആര് സഹായത്തിന് ഞാൻ പൈസ കൊടുക്കും. അതെന്നെ പണ്ടോ എൻ്റെ മോൻ എന്നെ വഴക്ക് പറയും. കണ്ട, ശരിക്കും പറഞ്ഞാൽ എനിക്ക് മകൻ ഗുരുവിനെ പോലെയായി. കാരണം ഈ കാര്യത്തിൽ പറയാം, അച്ഛനെ പോലെ ഒന്ന് സെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് ഈശ്വരനിലെല്ലാം തരുന്നത്, ഈശ്വരൻ തരുന്നു അവൻ്റെ ഒരു വീതാംശം. അപ്പോൾ അവൻ പറഞ്ഞു വേറെ ഒന്നുമില്ല, അർഹതപ്പെട്ടവർക്ക്, അച്ഛൻ അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ ഒരു പരാതിയില്ല. അർഹതയില്ലാത്തവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ അച്ഛൻ്റെ ശത്രുക്കളാവണം. കുട്ടി നല്ല നിരീക്ഷണം ഉണ്ടോ, നിന്നെ പോലെ നല്ല എന്താ ചെയ്യുക. എൻ്റെ മകൻ്റെ പൊക്കിയടിച്ച് പറഞ്ഞതല്ലട, ഞാൻ പൊങ്ങിച്ച് പറയാറില്ല. അപ്പോൾ കുട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോ വരെ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, ഇനിയിപ്പോൾ അവൻ ശ്രദ്ധിച്ച് അവൻ്റെ കൂട്ടുകാരനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അവൻ പറയും അപ്പം തന്നെ ഇത് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അത് വിടണോ വേണ്ടേ. അതായത് ഒരാളൊരു വോയിസ് അയച്ചാൽ പോലും ഇവർ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ സെൻസർ ചെയ്തിട്ടാണ് ഇത് ഇടുള്ളൂ. അല്ല നിന്നെപ്പോലെ ആരെങ്കിലും ഒരു ഓഡിയോ ഇട്ട് തന്നു ഉടനെ അത് കുത്തിക്കയറ്റി ഇടുന്ന പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. നിന്നെക്കുറിച്ച് കൂടെ ഒരുപാട് തരണുണ്ട്, ഞങ്ങൾ ഇടാറില്ലല്ലോ. കാരണം നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ, ഇവിടുത്തെ നിയമ സംവിധാനത്തെ മാനിക്കുന്ന ആളുകളാണ്. നാളെ ഇത് കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയണ്ടേ, ബോധമില്ലാതിരുന്നെന്ന് പറയാൻ പറ്റുമോ? ജഡ്ജി സമ്മതിക്കില്ല കേട്ടോ, നിയമം അങ്ങനെയാണ്. അപ്പം നിയമത്തിൻ്റെ ഒരു അവബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ. എത്രയോ പേര് വിളിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയണം, ഒന്നും കുഴപ്പമില്ല. എന്തായാലും പറഞ്ഞവർക്കൊക്കെ സമ്മാനങ്ങൾ പിന്നാലെ ഉണ്ട്. സമ്മാനം വാങ്ങിക്കാൻ അവർ റെഡി ആയിക്കോട്ടെ. എനിക്ക് എന്തായാലും ധൈര്യവാനാണല്ലോ. ഇരട്ട ചങ്കല്ല, ഡബിൾ ചങ്ക് കഴിഞ്ഞപ്പോൾ 4 ചങ്കായില്ലേ. ഏകപട, ദ്വിപട, ത്രിപട, ചതുർപട, പഞ്ചപട, ഷഷ്ടപട, സപ്തപട, അഷ്ടപട, നവപട, ദശപട, പപ്പട, പട, പട, പടേ പട. അപ്പോൾ എന്തായാലും ആവാന പൂജയുടെ വിശേഷം എവിടെ കൊണ്ടിടണം എന്നൊക്കെ മനസ്സിലായില്ലേ, മൂലമന്ത്രം. അപ്പോൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ധൈര്യമായിട്ട് പോലെ ക്ലാസ്സിലേക്ക് ഉണ്ടോ, ഉടനെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പഠിച്ചെടുക്കുന്ന ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് വരാം. എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് ആവാഹന പൂജ, അതിൻ്റെ മഹത്വം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം എന്താണോ അത് മാറ്റുന്നതാണ്. നമ്മളൊരു ഡോക്ടറുണ്ട്, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അസുഖം മാറണ്ടേ, അതിനല്ലേ ഡോക്ടർ മികവെന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയാണോ അത് മാറ്റിക്കളയും, എന്നിട്ട് പോസിറ്റീവാക്കും. അത് നിങ്ങൾക്കും കഴിയുമെങ്കിൽ 10 പേരെ രക്ഷപ്പെടുത്തൂ. ഞാൻ പറയും, നിനക്ക് ആളില്ലാണ്ട് വിഷമിച്ചെങ്കിൽ ഞാൻ തരാം. എൻ്റെ വാക്ക് വിശ്വസിച്ച് ഈ 10 പേര് നിൻ്റെ അടുത്ത് വരും, ഞാൻ പൈസ അഡ്വാൻസ് ചെയ്ത് തരാം. എനിക്ക് അതിനൊന്നും മടിയില്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് ആയില്ലെങ്കിൽ മാത്രം നീ തിരിച്ചു തന്നാൽ മതി. നീ ഇതിന് തയ്യാറുണ്ടാവും. സംഭവം നീ പറഞ്ഞുകൊടുത്ത് ഞാൻ റെഡിയാണ്. നീ ജോൺസണെ വെല്ലുവിളിക്കണ്ട. എന്തിനാ പാവത്തിനെ വെല്ലുവിളിക്കണേ? അത് അവൻ്റെ ഒരു ധൈര്യം കൊണ്ട് പറഞ്ഞല്ലേ. എന്നെ നേരിട്ട് വിളിച്ചോ, നീ പറഞ്ഞു കൊടുത്ത് വരാം. ഞാൻ വന്നിട്ട് തടിയൂര്. എനിക്കതിന് പേടിയെന്നുള്ള ആളല്ല കേട്ടോ. നിനക്ക് തോന്നുന്നതാണ്. ഇവിടെ എൻ്റെ നാട്ടിലുണ്ടെന്ന്, ഞാൻ കൊണ്ട നാട്ടിൽ ജീവിക്കണേ. ഇവിടെ SND ഇവിടെ വലിയ നേതാവൊക്കെ ഉള്ള നാടാണ്. അവർക്കറിയാം എൻ്റെ സ്വഭാവം, പേടിക്കില്ല എന്ന്. എന്നിട്ടാണോ നിന്നെ ഏൽപ്പിച്ചേക്കല്ലേ, നീ ചെയ്യ് നിൻ്റെ കഴിവിൻ്റെ പരമാവധി. നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. എടാ ഞാൻ പണ്ടേ കുളിർ മാറിയിരിക്കുന്ന ആളാണ്. നിനക്ക് തെറ്റിപ്പോയി. ഈ SNDPക്കും അവർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടായില്ല. അവർക്ക് ബുദ്ധി ഉണ്ടായെങ്കിൽ അവർ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ. അന്വേഷിക്കാൻ അവരെ ശാഖ വഴി അന്വേഷിച്ച പോരായിരുന്നോ? അവർ ഈ ശാഖ വഴി എന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ നിൻ്റെ അടുത്തേക്ക് കൊട്ടേഷൻ അവർ വയ്ക്കില്ലായിരുന്നു. അപ്പോൾ മനസ്സിലായില്ലേ വെള്ളാപ്പള്ളി നടേശനൊക്കെ എന്ത് ബുദ്ധിയുണ്ടെന്നുള്ളത്.
ഒരു ബുദ്ധിയില്ല. ആരൊക്കെ എഴുതി കൊടുക്കണു, വായിക്കണു, വളവളാന്ന് പറയണു. ജനങ്ങൾ പിന്നില. ഏത് ജനം പിന്നിൽ നിൽക്കണേ? എൻ്റെ കൂടെയുള്ള മുഴുവൻ ഈഴവരല്ലേ? അപ്പോൾ ഇത് ഈഴവർ തന്നെയല്ലേ? അതൊന്നും ചിന്തിക്കാത്തത്. പിന്നെ മറ്റുള്ള എല്ലാ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ബലം പ്രയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, SNDP തോക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. എനിക്കിവിടെ നുണ പറഞ്ഞ് ജയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏറ്റവും വലിയ സത്യമായി സാക്ഷിയായി പ്രണവമലയും തിരുവേരമംഗലത്തപ്പനും അവിടെ കാവലിരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അവിടെ സൃഷ്ടിച്ചത്. നിനക്ക് പറ്റുമോ തടിയൂർക്ക ലക്ഷ്മണ ഇതേപോലെ? ഈ ഒരു ജന്മമല്ല 7 ജന്മം എടുത്താലും നിന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കില്ല. അപ്പം നിൻ്റെ മോങ്ങലുകൾ ഇനിയുള്ള നാളുകളിൽ ആസ്വദിക്കുന്നവർ ആസ്വദിക്കട്ടെ. എന്തായാലും നിൻ്റെ ചീട്ട് നിൻ്റെ അടുത്ത് വന്ന് ഒരാളും രക്ഷപ്പെടണമെന്ന് എഴുതി വരില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മോങ്ങാനിരിക്കുന്ന പട്ടിയായിട്ട് ഇനിയുള്ള കാലം മോങ്ങിക്കൊണ്ടേയിരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ആ വാഹന പൂജയുടെ മഹത്വവും ചരിത്രവും അതേപോലെ പാരമ്പര്യം പറഞ്ഞ് നിങ്ങളെ പരിചയകൊണ്ടിരിക്കുന്ന സത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ രേഖയാണ് ഡൽഹിയിൽ നിന്ന്. ഇന്നലെ എനിക്ക് വലിയൊരു അത്ഭുതം നടന്നു. മിനിഞ്ഞാന്ന് ഞാൻ അവിടെ നൂറും പാലും കഴിച്ചായിരുന്നു ഭഗവാന്റെ അടുത്ത്. ശീവേലി അർച്ചന ഇന്നലെ ചെയ്തു. പിന്നെ ഞാനാണെങ്കിൽ വലിയ വിഷമിച്ചിരുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ എനിക്ക് ചില പെൻഡിങ് പൈസ വന്നായിരുന്നു. ഞാൻ ഹോസ്പിറ്റലാണെങ്കിൽ ഞാൻ അഡ്വാൻസിന് എഴുതി കൊടുത്തു 26-ാം തീയതി. ഡെയിലി ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അഡ്വാൻസിൻ്റെ കാര്യം എന്തുവായി എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരതെല്ലാം ഇഗ്നോർ ചെയ്തായിരുന്നു. പിന്നെ ഇന്നലെ ഇതുപോലെ ഒത്തിരി വിഷമിച്ച് ഞാൻ ഇന്നലെ ഭഗവാന്റെ മുന്നിലും ഹനുമാൻ സ്വാമിക്ക് പ്രാർത്ഥിച്ച് ഞാൻ ഓരോ രൂപ ഞാൻ മാറ്റി ഞാൻ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി. വൈകിട്ട് 5 മണിയായപ്പം ഞാൻ വിട്ടുകളഞ്ഞ എനിക്ക് സംഭവം. എൻ്റെ അഡ്വാൻസ് എനിക്ക് ഇന്നലെ വൈകിട്ട് 6:30 എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി. എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റി. എനിക്ക് അവിടുത്തെ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്കത് ഇന്നലെ കിട്ടി. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുക. നന്ദി സർ. ഹലോ, നമസ്കാരം ഗിരീഷേട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട്? വീട്ടിൽ രാത്രി പുലർച്ചെ എത്തിയില്ലേ? സുഖമായിട്ട്. ഇന്ന് പോയിണ്ടോ? ലീവാണോ അല്ലെങ്കിൽ റെസ്റ്റാണോ? പിന്നെ ഭയങ്കര ഇത് കേട്ടോ, എനിക്ക് പറഞ്ഞാണ് എന്തോ ഒരു ഇന്നലത്തെ ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ അവിടെ കഴിച്ചിട്ട് മെനയാന്ന് അവിടെ എത്തിയ മുതൽ ഇന്നലെ പുലർച്ചെ എത്തിയ മുതൽ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായത് കേട്ടോ. രാത്രി വരെ ഇന്ന് നമ്മൾ പോരുന്നത് വരെ എന്തോ എവിടെയോ ഒരു ദേവലോകത്തെത്തിയ മാതിരി തന്നെ എനിക്കൊരു ഭയങ്കര വല്ലാത്തൊരു ഉന്മേഷം. അത് മാത്രമല്ല നമ്മളെ മനസ്സിനും ഞാൻ അതിലൊക്കെ കൂടി ആടി അതിലൊക്കെ ഒരു എന്തോന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ഇത്. ഞാൻ പിന്നെ അതിലൊന്നും പറയാൻ കഴിഞ്ഞില്ല. മൈക്കിലൊക്കെ പറയണമെന്നുണ്ടേനി, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടീച്ചറിനെ അറിയാമല്ലോ അവിടുത്തെ. അപ്പം പിന്നെ നമുക്ക് പിന്നെ ചരടിൻ്റെ ഇന്നലെ കിട്ടൂലേ ഇനി അല്ലേ? ചരട് കിട്ടും ഇനി അവിടെ. അത് വാങ്ങിയിട്ടില്ല, എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പം അടുത്ത മാസം ഇനി അതിൻ്റെ ആ പറ്റിയതാണെന്നല്ല, ഞാൻ കുറേ ആൾക്കാരെ എൻ്റെ ഇതേമാതിരി പാവപ്പെട്ട കുറേ നല്ല നല്ല ആൾക്കാരുണ്ട്. അവർക്കൊന്ന് കുറച്ചൊക്കെ ആൾക്കാരെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇരുപതെണ്ണം ഞാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ അവരൊക്കെ ഞാൻ എല്ലാവരും എനിക്ക് അവിടെ എത്തിക്കണം, കുറേ ആൾക്കാരെ. അത് ഞങ്ങളോട് പറയട്ടോ, പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മളെ കുടുംബത്തിൽ തന്നെ കുറേ ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്തു തരണം കേട്ടോ. ഓക്കെ, പിന്നെ ആയിക്കോട്ടെ എന്നാൽ കേട്ടോ. തിരക്കിലായിരിക്കില്ല, അല്ലെങ്കിൽ വെക്കാന്നല്ല കേട്ടോ, ഞാൻ വിളിക്കാം. ശരി, നമസ്കാരം സാർ. നമസ്കാരം. ഇത് സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ അതോടെ ശിഷ്യനാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ്. 2022 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജ കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മേലെയായി. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. തെക്കോട്ട് പോകുന്തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള രീതിക്കും. പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു.
ഏലസ് ധരിച്ചു. കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, എല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏലസ് ധരിക്കുക, ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ പൈസ വരും. പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ ജ്യോതിഷം പഠിക്കണം തോന്നി. കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു 10 പേർക്ക് ഇതിൻ്റെ വഴി കാണിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.